ഹലോ, വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തു. കുറേ പ്രോബ്ലംസ് കലണ്ടറിൻ്റെ ബേസ് ചെയ്ത് വരുന്ന വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, എങ്ങനെയൊക്കെയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ലാസ്റ്റ് പഠിച്ചു നിർത്തിയത് നമ്മളൊരു കലണ്ടറിലെ 4 സംഖ്യകൾ സ്ക്വയർ രൂപത്തിൽ അല്ലെങ്കിൽ 9 സംഖ്യകൾ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സമചതുരാകൃതിയിൽ വരുന്ന രീതിയിൽ 9 സംഖ്യകളോ 4 സംഖ്യകളോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ സ്മോളസ്റ്റ് നമ്പർ, അതായത് ഏത് നമ്പറിൽ നിന്ന് ബിഗിൻ ചെയ്യുന്നു, ഏത് നമ്പറിൽ അത് ലാസ്റ്റ് ചെയ്യുന്നു, ഏതാണ് അവസാനത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യ എന്ന് കണ്ടുപിടിക്കുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയത്, അവസാനിപ്പിച്ചത് അവിടെയാണ്. അപ്പോൾ 9 സംഖ്യകൾ എടുക്കുമ്പോഴും അതുപോലെ തന്നെ 4 സംഖ്യകൾ എടുക്കുമ്പോഴും എങ്ങനെയാണ് അതിനകത്തെ ഏറ്റവും സ്മോളസ്റ്റ് സംഖ്യ, ഏറ്റവും ചെറിയ സംഖ്യ കാണുക, ഫസ്റ്റ് ഡേറ്റ്, ആ എടുത്തിരിക്കുന്ന ആ സ്ക്വയർ ഷേപ്പിലെ സംഖ്യകളിൽ ഫസ്റ്റ് ഡേറ്റ് വരുന്നത് ഏതാണ്, ആ എടുത്തിരിക്കുന്ന സ്ക്വയർ ഷേപ്പിൽ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഏതാണ്, അതിൽ ഏറ്റവും ചെറിയ സംഖ്യയാണ് ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അതിനകത്തെ വലിയ സംഖ്യയാണ്, ബിഗ്ഗസ്റ്റ് നമ്പറാണ്. അപ്പോൾ അത് രണ്ടും 9 സംഖ്യയുടെയും 4 സംഖ്യയുടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇതുപോലെ തന്നെ മറ്റൊരു സ്ക്വയർ കൂടി നമുക്ക് ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് 16 നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 16 സംഖ്യകൾ 4 4 4 ഇങ്ങനെയും അതുപോലെ തന്നെ കോളം വൈസും റോ വൈസും നമ്മൾ 4 × 4 എന്ന് പറയുന്ന 4 സംഖ്യകൾ വീതമുള്ള 16 സംഖ്യകൾ എടുത്താലും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇതിൻ്റെ അതിനകത്ത് ആ 16 സംഖ്യകളിലെ സ്മോളസ്റ്റ് നമ്പറും അതുപോലെ തന്നെ അതിൻ്റെ ബിഗ്ഗസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഡേറ്റും അതുപോലെ ലാസ്റ്റ് ഡേറ്റും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അതുപോലെ ഒരു 16 സംഖ്യകളുടെ തുക തന്നു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഒരു 16 സംഖ്യകളുടെ തുക കഴിഞ്ഞ് തന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അതിൽ നിന്ന് ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കും, ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കും, അതുപോലെ ആ ഒരു 16 സംഖ്യകൾ എങ്ങനെ ഫോം ചെയ്യും, ഈ 2 രീതിയിലുള്ള കണക്കുകളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കലണ്ടറിലെ 16 നമ്പേഴ്സ് എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ സംഖ്യകളുടെ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും ഒക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 16 നമ്പേഴ്സാണ്, 16 സംഖ്യകളാണ്. അപ്പം നമുക്ക് 16 സംഖ്യകൾ വെച്ചിട്ടുള്ള കലണ്ടറിൽ ഒരു സമചതുരം രൂപീകരിച്ചാലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഒരു സ്ക്വയർ ഫോം ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ ചെറിയ സംഖ്യ കാണാനും വലിയ സംഖ്യ കാണാനുള്ള ഇക്വേഷൻസ് എഴുതി അത് ശരിയാണോ ഈ പറയുന്നതെന്ന് നമുക്ക് നോക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 16 നമ്പേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാനൊരു 16 നമ്പേഴ്സ് നമുക്ക് സൗകര്യപ്രദമായിട്ട് നമുക്കൊന്ന് എഴുതി വെക്കാം. 4 എണ്ണം വീതമുണ്ട്. അപ്പം 4 എണ്ണം ഇങ്ങോട്ട് താഴേക്ക് വേണം. അതുപോലെ തന്നെ 4 റോസ് ആൻഡ് 4 കോളംസ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. കുറച്ച് വലുതാക്കാം നമുക്ക്, അല്ലെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് എഴുതിപ്പോകും. 4 × 4 16 നമ്പേഴ്സാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ചെറിയ സംഖ്യയിൽ നിന്ന് തുടങ്ങാനുള്ള കാരണം ആഡ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ്, വലിയ സംഖ്യ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് 1-ാം തീയതി എഴുതുകയാണെങ്കിൽ തൊട്ടടുത്ത സംഖ്യകളൊക്കെ എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 4 സംഖ്യയുടെയും 9 സംഖ്യയുടെയൊക്കെ എടുത്തതായതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയാം. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ അങ്ങോട്ട് എത്രയൊക്കെയാണ് എഴുതി പോകേണ്ടത്, തൊട്ട് താഴേക്ക് ഏത് സംഖ്യകളൊക്കെയാണ് വരിക എന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ 1 ഇവിടെ ഞാൻ എഴുതി. അപ്പോൾ 2, ഇത് 3, 4 അല്ലേ. 1ൻ്റെ കൂടെ തൊട്ട് താഴെയുള്ള സംഖ്യകൾ 7 ആഡ് ചെയ്തിട്ടാണ് 7 days in a week ആയതുകൊണ്ട് നമ്മൾ 7 ആഡ് ചെയ്യുന്നു. 1ൻ്റെ കൂടെ 7 കൂട്ടിയാൽ 8, പിന്നെ 9, 10, 11 ഇങ്ങോട്ടേക്ക് ഒരേ ഡിസ്റ്റൻസ് ആണ്. അടുത്തത് വീണ്ടും 8ൻ്റെ കൂടെ 7 കൂട്ടിയാൽ 15, 8 7 15, 16, 17, 18, 15ൻ്റെ കൂടെ 7 കൂട്ടിയാൽ 22, 23, 24 ആൻഡ് 25. അപ്പം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന 16 നമ്പേഴ്സ് കണ്ടല്ലോ നിങ്ങൾ. 1ൽ നിന്ന് തുടങ്ങി 25 എന്ന് പറയുന്ന ലാർജസ്റ്റ് നമ്പറും 1 എന്ന് പറയുന്ന സ്മോളസ്റ്റ് നമ്പർ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 1 2 3 4 തൊട്ട് താഴെ 7 കൂട്ടി 8 9 10 11 എല്ലാത്തിലും നോക്കിയാൽ കാണാം. തൊട്ട് മുകളിലുള്ള സംഖ്യയുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആണ്. തൊട്ട് താഴെ ഒരു കലണ്ടറിലെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന സംഖ്യകളിൽ അടിയിലും മുകളിലും താഴെയും വരുന്ന സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് 7 ആണ് എന്ന് ഓർക്കുക. അതൊക്കെ 27, 22, 22 ഇന്ന് 7 കുറച്ചാലാണ് 15 ആകുക. 23 7 കുറച്ചാലാണ് 16 ആകുക. 15 ഇന്ന് 7 കുറച്ചാലാണ് 8 ആകുക. അല്ലെങ്കിൽ 17 ഇന്ന് 7 കുറച്ചാലാണ് അത് 10 ആകുക. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മൾ ഇതുപോലെ 16 നമ്പേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ സ്മോളസ്റ്റ് നമ്പർ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് സ്മോളസ്റ്റ് നമ്പർ ആണ്, ചെറിയ സംഖ്യയാണ്. ഇതിനകത്ത് സ്മോളസ്റ്റ് നമ്പർ ചെറിയ സംഖ്യ കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഇക്വേഷൻസ് തന്നെയാണ്, പക്ഷെ അതിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്മോളസ്റ്റ് നമ്പർ കാണാനായിട്ട് 16 സംഖ്യ ആണെങ്കിൽ സം -4n × 3 by n ആണ്.
ചെറിയ സംഖ്യയാണ് 4n into 3 ആണ്. അത് 9 നമ്പേഴ്സ് ആയിരുന്നപ്പോൾ എത്രയായിരുന്നു? 4n into 2 ആയിരുന്നു. 4 നമ്പേഴ്സ് ആയിരുന്നപ്പോൾ 4n എന്ന് മാത്രമേ ഉള്ളൂ, ഇൻറ്റു വേറെ സംഖ്യ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. ആദ്യത്തേന് 4 നമ്പേഴ്സ് എടുത്തപ്പോൾ 4n ഉണ്ടായിരുന്നുള്ളൂ മൈനസ് ചെയ്തിട്ട്. രണ്ടാമത്തെ 9 നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ 4n into 2 ആയിരുന്നു. ഇന്ന് 16 നമ്പേഴ്സ് ആണ്, അപ്പോൾ 4n into 3 ആണ് ബൈ n. ചെറിയ സംഖ്യയാണ്, ഇക്വേഷൻ അതാണ്. ആൻഡ് ലാർജസ്റ്റ് നമ്പർ അല്ലെങ്കിൽ അതിനകത്ത് ലാസ്റ്റ് ഡേറ്റ്, ഈ തന്നിരിക്കുന്ന സ്ക്വയർ കോളത്തിലെ ലാർജസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഏതാണ് വരിക എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അപ്പം എന്തായിരിക്കും? വ്യത്യാസം അധികം ഇല്ലല്ലോ, നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. അപ്പോൾ വലിയ സംഖ്യ കാണാൻ സം തുക പ്ലസ് 4n into 3/n ആണ് അല്ലേ. അപ്പൊ സം എന്ന് പറഞ്ഞാൽ തുകയാണ്, തുക എന്ന് മാത്രമേ ഉള്ളൂ. സം അത് ഇംഗ്ലീഷ് വാക്ക് നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ, മലയാളം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കിത് ശരിയാണോ എന്ന് നോക്കണമെങ്കിൽ രണ്ട് ഇക്വേഷനിലും കോമൺ ആയിട്ട് നമുക്ക് വേണ്ടത് ഇതിന്റെ സമ്മാണ്, തുക വേണം. എന്ന് വെച്ചാൽ ഈ നമ്മൾ എടുത്തിരിക്കുന്ന പർട്ടിക്കുലർ സ്ക്വയർ ഷേപ്പിലുള്ള സംഖ്യകളുടെ സം ആദ്യം കാണാം. തുക കാണാനായിട്ട് നിങ്ങൾ ഏത് രീതിയിലെങ്കിലും കൂട്ടാം, ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കൂട്ടാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് കൂട്ടി എഴുതാം. സംഖ്യകൾ കൂട്ടി എഴുതാം. ഇവിടെ നമുക്കൊന്ന് കൂട്ടാം. 4 3 7 7 2 9 9 1 10. ഈ സംഖ്യകൾ ഇങ്ങനെ കൂട്ടി വരുമ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഈ കിടക്കുന്ന സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ അത് ടോട്ടൽ 10 ആണ്. അടുത്ത ഞാൻ ഇത് കൂട്ടുന്നു 10 11 21 21 9 30 30 8 38. ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് ചെയ്യാട്ടോ. ആഡ് ചെയ്യുമ്പോൾ അത് ചെയ്ത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് ഡേറ്റും ലാസ്റ്റ് ഡേറ്റും കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അത് ഓർക്കുക. ഇനി അടുത്ത സംഖ്യ കൂട്ടണം. നമുക്ക് ഇവിടെ 18 17 18 17 എത്രയാ? 20 20 10 35 അല്ലെ. 18 17 35 ആണ്. 35 10 45 45 6 45 6 ആണ് 51. ഓട്ടോമാറ്റിക്കലി അങ്ങനെ കൂട്ടാൻ പറ്റുന്ന രീതിയിൽ കൂട്ടാം. 46 45 6 51 51 10 61 61 5 66 ആണോ എന്ന് നോക്കുക. അപ്പൊ നമ്മൾ ലാസ്റ്റത്തെ കോളംസും അതുപോലെ തന്നെ ആഡ് ചെയ്യുക. 5 4 9 9 3 12 12 2 14. ബാലൻസ് 1 ഉണ്ട്. 2 2 4 4 2 6 2 8 1 9. അപ്പൊ നമ്മൾ തുക കാണുമ്പോൾ ഈ പറയുന്ന എല്ലാ സംഖ്യകളും നമ്മൾ ആ സൈഡിൽ ഓരോ കോളംസ് റോ വൈസ് നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടി ആഡ് ചെയ്യുക. 9 6 4 10 10 8 18 ആണ് ലാസ്റ്റ്. ബാലൻസ് ഒരു 1 ഉണ്ട്, ഒന്നുകൂടെ കൂട്ടി ചെയ്താൽ 1 1 1 2 2 3 5 5 6 11 11 9 20 208 ആണ് നമുക്ക് എന്ത് കിട്ടുക? സം കിട്ടുക അല്ലെ. ഇനി നമുക്ക് ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. തുക നമുക്ക് കിട്ടിയത് 208 ആണ്. 208 മൈനസ് 4n എന്ന് പറയുമ്പോൾ 4 × 16 × 3/16. 4 × 16 64 ആണ്. 64 × 3 64 × 3 ഗുണിച്ച് നോക്കാം നമുക്ക്. 3 4 12 4 3 12. ബാലൻസ് 1 ഉണ്ട്. 16 6 3 18 3 × 6 18 1 19. അപ്പൊ 192 ആണ്. 208 മൈനസ് 192/16. 208 നിന്ന് 192 കുറയ്ക്കാം. 208 നിന്ന് 192 കുറച്ചാൽ ബാക്കി എത്രയുണ്ട്? അതിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 208 മൈനസ് 192. 8 നിന്ന് 2 പോയാൽ 6 ആണ് നമുക്കറിയാം. ഇവിടെ നമുക്കൊന്ന് കടം വാങ്ങിക്കേണ്ടി വരും, കാരണം 0യിൽ നിന്ന് നമുക്ക് 9 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 10 ആണ്. 10 നിന്ന് 9 പോയാൽ 16. ഇവിടെ ബാക്കി സംഖ്യ ഒന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ കടം വാങ്ങിച്ചു, ബോറോ ചെയ്തു. അപ്പൊ 1 - 1 0 ആണ്. അപ്പൊ 16/16 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 1 എന്ന് പറയുന്ന സംഖ്യയാണ് നമുക്ക് ആദ്യത്തെ സ്മോളസ്റ്റ് നമ്പർ. നോക്കിയേ, നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നതിൽ ഫസ്റ്റ് നമ്പർ 1 ആണ്. കണ്ടല്ലോ, നമ്മുടെ കലണ്ടറിലെ ആദ്യത്തെ സംഖ്യ നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ 16 സംഖ്യകൾ എടുത്ത് അതിന്റെ സ്മോളസ്റ്റ് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. 16 സംഖ്യകൾ ഒരു കലണ്ടറിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് നിന്ന് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് അവയുടെ തുക നമ്മൾ കണ്ടുപിടിച്ചു. ആ തുകയിൽ നിന്ന് 4 × 16 × 3 അല്ലെ, ഇക്വേഷനിലാണ് 4n × 3 ആണ്. 4n മൾട്ടിപ്ലൈ ചെയ്ത് 3 കൊണ്ട് കിട്ടിയ ആൻസർ നമുക്ക് 1 ആണെന്ന് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് സംഖ്യ 25 അത് കിട്ടുമെന്ന് നോക്കണ്ടേ. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നമ്മൾ സംഖ്യ സം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുത്ത് എഴുതാം. 208 പ്ലസ് 192 നമ്മൾ നേരിട്ട് എഴുതാണ്. എന്താ കാരണം? 4 × 16 × 3 എന്ന് പറയുന്ന അതേ സാധനം തന്നെയാണ് നമ്മുടെ ഈക്വേഷനിലും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ 4n × 16 × 3 എന്ന് പറയുന്ന ആ ആൻസർ ഓൾറെഡി നമ്മൾ ഇവിടെ സോൾവ് ചെയ്ത് 192 എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ, 192. അപ്പൊ നമുക്ക് അത് അവിടെ എടുത്ത് എഴുതാം. ബൈ n എന്ന് പറയുന്നത് 16 തന്നെയാണ്. 208
നമുക്ക് 192 കൂടി ആഡ് ചെയ്യാം. 8 2 10, ബാലൻസ് 1 ഉണ്ട്. 9 1 10, വീണ്ടും 0, ബാലൻസ് 1, 400. 400/16 ആണ് നമുക്ക് കിട്ടുക അല്ലെ. ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ 400 കിട്ടി. 400/16. 400നെ 16 കൊണ്ട് നമ്മൾ ഹരിച്ചെഴുതണം. 400 16 കൊണ്ട് ഹരിച്ചാൽ എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകും അല്ലെ. 2 × 16 32 ആണ് നമുക്കറിയാം. 2 × 16 32 ആണ്. അപ്പൊ 32 എഴുതി. നമുക്ക് 40 ന്ന് 32 കുറച്ചാൽ ബാക്കി 8 ഉണ്ട്. 0 താഴേക്ക് ഇറക്കി എഴുതണം. 80 80ൽ 16 കറക്റ്റ് ആയിട്ട് പോകുന്നത് എത്രയാണ്? 25 ആണ്. അപ്പൊ 5 എഴുതുമ്പോൾ നമുക്ക് 25 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ആൻസർ 25. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ആ സ്ക്വയറിലെ ലാസ്റ്റ് ഡേറ്റ്, അവസാനത്തെ ഡേറ്റ്, തീയതി എന്ന് പറയുന്നത് 25 ആണ്. കിട്ടിയോ? അപ്പോൾ നമ്മൾ 3 രീതിയിലുള്ള ഇക്വേഷൻസ് ആണ്. നമ്മൾ 4 സംഖ്യകൾ എടുക്കുമ്പോൾ വരുന്ന ഇക്വേഷൻ, 9 സംഖ്യകൾ കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഇക്വേഷനും, അതുപോലെ തന്നെ 16 സംഖ്യകൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ എല്ലാം വേറെ വേറെയാണ്. ഇക്വേഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ. 4 സംഖ്യ എടുക്കുമ്പോൾ സം -4n/n ആണ് ചെറിയ സംഖ്യ കാണാനായിട്ട്. അതേസമയം 9 സംഖ്യകൾ എടുക്കുമ്പോൾ സം -4n × 2/n ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ് വി ടേക്ക്, നമ്മൾ എടുക്കുന്ന ആ സംഖ്യകളുടെ എണ്ണമാണ് n എന്ന് ഉദ്ദേശിക്കുന്നത്. കിട്ടിയല്ലോ? അതുപോലെ തന്നെ നമ്മൾ ലാർജസ്റ്റ് സംഖ്യ കാണാൻ ആ മൈനസ് എന്നുള്ളത് മാറ്റി അത് പ്ലസ് ആക്കി സെയിം ഇക്വേഷൻസ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു പ്രോബ്ലം ചെയ്ത് മനസ്സിലായല്ലോ. 4 എണ്ണത്തിന്റെയും ചെയ്തതാണ്, 9 എണ്ണത്തിന്റെയും ചെയ്തതാണ്. അപ്പൊ 16 എണ്ണത്തിന്റെയും കൂടി ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇക്വേഷൻസ് കൊടുക്കുക, അതങ്ങോട്ട് എടുത്തെഴുതാം. അപ്പൊ സം കാണുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ സം കാണുമ്പോൾ നമ്മൾ അത് ഏത് രീതിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ സം ചെയ്ത് കണ്ടുപിടിക്കാം, തുക കാണാം. അപ്പം നമ്മൾ ഒരു കലണ്ടറിൽ ഇതുപോലെ മാർക്ക് ചെയ്തിരിക്കുന്ന സംഖ്യകൾ എടുത്ത് നമ്മൾ 16 സംഖ്യകൾ എടുത്തിട്ട് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടുപിടിച്ചു. ഇനി അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മുടെ കലണ്ടറിലെ ഏതെങ്കിലും ഒരു 16 നമ്പേഴ്സ് എടുക്കുക. ആ 16 നമ്പേഴ്സിൻ്റെ സം കാണുക. എന്നിട്ട് നിങ്ങൾ അതിനകത്ത് സ്മോളസ്റ്റ് നമ്പറും ലാർജസ്റ്റ് നമ്പറും ഈ പറയുന്നത് പോലെ നമുക്ക് ശരിയായി കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ 1 നിന്ന് തുടങ്ങിയ ഒരു സ്ക്വയർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1 നിന്ന് തുടങ്ങിയ സ്ക്വയർ കലണ്ടറിലെ 25 തീയതിയിൽ അവസാനിക്കുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യകൾ വെച്ചിട്ടൊക്കെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. സെപ്പറേറ്റ് വേറെ ചോദ്യം ഉണ്ടാക്കി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് ഓൾറെഡി സം തന്നിട്ടുണ്ടായിരിക്കും. അതായത് നമുക്ക് കലണ്ടറിലെ ഇതുപോലെ 16 നമ്പേഴ്സിന്റെ സം തന്നിട്ടുണ്ടാകും. നമ്മൾ അതിൽ നിന്ന് ആ കലണ്ടറിന്റെ ബാക്കിയുള്ള സംഖ്യകൾ കണ്ടുപിടിക്കണം. സ്മോളസ്റ്റും ലാർജസ്റ്റും ഒക്കെ കണ്ടുപിടിച്ച് കലണ്ടറിന്റെ ആ 16 സംഖ്യകൾ നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? ഇഫ് നിങ്ങൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ചോദ്യം ഇങ്ങനെയാണെങ്കിൽ ദ സം ഓഫ് 16 numbers taken from a calendar as a square is 272. Form the square finding the first number and last number. ഇങ്ങനെയാണ് നമ്മൾക്ക് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. അതായത് നമ്മൾക്ക് ഇതുപോലെ തന്നെ 16 സംഖ്യകളുടെ ഒരു സ്ക്വയറിലെ 16 സംഖ്യകളുടെ സം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 272 272 ആണ് ഒരു സ്ക്വയറിൽ 16 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുക. ഇനി ആ സംഖ്യകൾ ഉപയോഗിച്ച്, ആ തുക ഉപയോഗിച്ച് നിങ്ങളോട് എന്ത് ചെയ്യണം, ആ ഒരു പർട്ടിക്കുലർ സ്ക്വയർ കലണ്ടറിന്റെ ആ ഒരു ഭാഗം നമ്മൾ തയ്യാറാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്ക്വയർ തയ്യാറാക്കണമെങ്കിൽ അതിനകത്തെ ഫസ്റ്റ് നമ്പറോ ലാസ്റ്റ് നമ്പറോ ഏതെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പൊ ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനും ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനും നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്പർ തന്നെ ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് സ്ക്വയർ, ആ ഒരു കലണ്ടറിന്റെ ആ ഒരു സ്ക്വയർ ഭാഗം, സമചതുര ഭാഗം നമുക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്പർ ആണ്, അല്ലെങ്കിൽ സ്മോളസ്റ്റ് നമ്പർ. ആ കലണ്ടറിലെ സ്മോളസ്റ്റ് നമ്പർ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സ്മോളസ്റ്റ് നമ്പർ കാണാൻ ഇക്വേഷൻ എന്താണ്? സം -4n × 3/n ആണ് ഇക്വേഷൻ. നമുക്കൊന്ന് മലയാളത്തിൽ എഴുതാം. തുക -4n × 3/n ആണ്.
അപ്പൊ ഇവിടെ ഓൾറെഡി നമുക്ക് തുക തന്നിട്ടുണ്ട്, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം സ്ക്വയറിനകത്ത് വന്നിരിക്കുന്ന സംഖ്യകൾ ഇവിടെ തന്നിട്ടില്ല, സംഖ്യകൾ നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് പകരമാണ് നമുക്ക് തുക തന്നിരിക്കുന്നത്. അപ്പൊ 272 ആണ് നമുക്ക് തുക തന്നിരിക്കുന്നത്. ഇവിടെ 272 കൊടുക്കാം. 272 മൈനസ് 4n എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 16 സംഖ്യകളാണ്, ഇൻറ്റു 3 ഉണ്ട് ബൈ 16. നമുക്ക് സോൾവ് ചെയ്യാം. 272 മൈനസ് 4 ഇൻറ്റു 16 ഇൻറ്റു 3 നേരത്തെ നമ്മൾ ഓൾറെഡി ചെയ്താണ്. ഉത്തരം ഓർമ്മയുണ്ടോ? 4 ഇൻറ്റു 16 64 ആണ്. 64 ഇൻറ്റു 3 192 നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 192 ബൈ 16. ഇനി എന്ത് ചെയ്യാം? 272 നിന്ന് 192 നമുക്ക് മൈനസ് ചെയ്യാം. 0 അല്ലെ, 0 ആണ് വരിക. ഇവിടെ നമുക്ക് 7 നിന്ന് 9 കുറയ്ക്കാൻ പറ്റില്ല. സോ വി ഹാവ് ടു ബോറോ 1 ഫ്രം ഹിയർ. 2 നിന്ന് നമ്മൾ 1 എടുക്കുന്നു. 1 അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇവിടെ 17 ആകും. എത്ര കൂട്ടിയാലാണ് 9ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 17 വരാ? 8 കൂട്ടിയാലാണ്. അപ്പൊ 80 ആണ് നമുക്കത് കുറയ്ക്കുമ്പോൾ കിട്ടുക. 80/16. 80/16 എന്ന് പറയുമ്പോൾ ആദ്യത്തെ സംഖ്യ 80നെ 16 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 5. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് നമ്പർ. ആ സ്ക്വയർ കലണ്ടറിലെ ആ സ്ക്വയർ ഭാഗത്തെ, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന 16 സംഖ്യയിലെ ആദ്യത്തെ സംഖ്യ നമുക്ക് എന്ത് കിട്ടി? 5 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ലാസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ലാർജസ്റ്റ് ബിഗ്ഗസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാം. വലിയ സംഖ്യ കണ്ടുപിടിക്കാം. ബിഗ്ഗസ്റ്റ് നമ്പർ കാണാനായിട്ട് നമ്മളുടെ ഇക്വേഷനിൽ ചെറിയ മാറ്റേ ഉള്ളൂ. സം പ്ലസ് 4n ഇൻറ്റു 3/n ആണ്. തുക പ്ലസ് 4n ഇൻറ്റു 3/n. ഇക്വേഷനിൽ നമ്മൾ ഇവിടെ എടുത്ത അതേ സംഖ്യകൾ തന്നെയാണ് അവിടെയും വരുള്ളൂ. 272 മൈനസ് 4 ഇൻറ്റു 16 ഇൻറ്റു 3 അത് എത്രയാണോ അതിന് പകരം അവിടെ പ്ലസ് ആക്കി എഴുതാം. 272 പ്ലസ് 192 അല്ലെ, പ്ലസ് 192 ബൈ 16 സംഖ്യകളാണ്. 16 എഴുതുന്നു. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. 272 പ്ലസ് 192 രണ്ടും പ്ലസ് ആണ് കേട്ടോ. തുകയാണ് ഇവിടെ വേണ്ടത്. കാരണം ഇത് സമ്മാണ് ചെയ്യേണ്ടത്. കാരണം ബിഗ്ഗസ്റ്റ് നമ്പർ വരുമ്പോൾ പ്ലസ് ആണ്. 9ഉം 7ഉം കൂട്ടിയ 16, ബാലൻസ് 1. 464/16. 464/16. അപ്പൊ ലാസ്റ്റ് സംഖ്യ ഏതായിരിക്കും? 464നെ 16 കൊണ്ട് ഹരിക്കുന്ന ഉത്തരമാണ് ലാസ്റ്റ് സംഖ്യ. 464 എഴുതാം, 16 എഴുതാം. 16 എത്ര പ്രാവശ്യം പോകും? 16 2 പ്രാവശ്യം പോകുമ്പോൾ 32 ആണ് വരിക. 3 കൊണ്ട് പറ്റുമോ? നോക്കിയേ, 16 ഇൻറ്റു 3 എത്രയാണെന്നറിയാമോ? എത്രയാണ്? 48 ആണ് വരിക. 48 വരില്ലല്ലോ. അപ്പൊ 2 പ്രാവശ്യം തന്നെയാണ് 32. 32ൽ നിന്ന് നമ്മൾ 6ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 4 ആണ്. വീണ്ടും അടുത്ത 4ൽ നിന്ന് 1 കുറച്ചാൽ 1 ആണ്. ഈ 4ഉം ഇറക്കി എഴുതണം. എന്നാലും നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് 144 കിട്ടണം. 16ൽ എത്ര പ്രാവശ്യമാണ് 144ൽ പോകുക എന്ന് നോക്കണം. 16 ഇൻറ്റു ഏത് സംഖ്യ വെച്ച് പറ്റും? 16 ഇൻറ്റു 4 8 6 ഏതാണ് പറ്റുക നോക്കുക. 6 6 36 വരും അല്ലേ? 6 പറ്റില്ല. അപ്പൊ ലാസ്റ്റ് സംഖ്യ നോക്കുക. നിങ്ങൾ 4 ആണ് വരേണ്ടത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഇവിടെ എഴുതാൻ. 9 പറ്റുമോ നോക്കാം. 9 6 are 54. 54. ബാലൻസ് 5 ഉണ്ട്. 1 ഇൻറ്റു 9 9 തന്നെ കണ്ടോ. കറക്റ്റ് ആയിട്ട് 144 പോയി. എത്ര പ്രാവശ്യം? 9 ടൈംസ്. അപ്പൊ 16 ഇൻറ്റു 9 144 കറക്റ്റ് ആയിട്ട് പോയി. സോ ദ ലാസ്റ്റ് നമ്പർ അല്ലെങ്കിൽ നമ്മുടെ കലണ്ടറിൽ നമ്മൾ എടുത്ത ആ സംഖ്യയിലെ തുക തന്നിരിക്കുന്ന 272 തുകയായി വരുന്ന 16 സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ 29 ആണ്. 29 ആണെന്ന് കിട്ടി. ചെറിയ സംഖ്യ 5 ആണെന്ന് കിട്ടി. എന്നിട്ട് നിങ്ങളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യു ഹാവ് ടു ഫോം ദ സ്ക്വയർ. നമ്മൾ ആ സ്ക്വയർ ആ പറയുന്ന 16 സംഖ്യകൾ നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. അപ്പൊ നമുക്ക് ആ സ്ക്വയർ ഒന്ന് എഴുതി വെക്കാം. ആ സ്ക്വയർ ഷേപ്പിൽ തന്നെ നമുക്ക് ആ കലണ്ടറിൽ ആ സംഖ്യകളൊന്ന് രേഖപ്പെടുത്താം. 4 അടിയിലേക്ക് വേണം. 4 കോളംസ് ആൻഡ് 4 റോസ് ആണ്. 1 2 3 4. ഓക്കെ. അപ്പൊ ആദ്യത്തെ സംഖ്യ നമുക്ക് കിട്ടിയത് ഏതാ? സ്മോളസ്റ്റ് നമ്പർ ഏതാ കിട്ടിയത്? 5 ആണല്ലോ. അടുത്തത് നമുക്ക് എഴുതാനായിട്ട് എളുപ്പമാണ്. 5 6 7 8 ആണ്. അടുത്ത തൊട്ട് താഴത്തെ സംഖ്യ കിട്ടണമെങ്കിൽ 7 കൂട്ടണം. നമുക്ക് ഇവിടെ വന്ന് അവസാനിക്കണം. എവിടെ വന്ന് അവസാനിക്കണം? 29. 29 ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന അവസാനത്തെ സംഖ്യ. അവിടെ എത്തുമെന്ന് നോക്കാം. 5 കഴിഞ്ഞാൽ 5ന്റെ കൂടെ 7 കൂട്ടിയാൽ 12 13 14 15. വീണ്ടും 7 കൂട്ടിയാൽ 19 20 21 22. അടുത്തത് വീണ്ടും 7 കൂട്ടിയാൽ 19 പ്ലസ് 7. 19 പ്ലസ് 7 എത്രയാണ് വരേണ്ടത്? 19ന്റെ കൂടെ 7 കൂട്ടണം. എത്രയാണ്? 26. 26
27, 28, 29. നോക്കിയേ, ലാസ്റ്റ് നമ്പർ 29 അവസാനിച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. അത് വെച്ച് നമ്മൾ ലാസ്റ്റ് നമ്പറായ നമ്മുടെ ആ തന്നിരിക്കുന്ന 16 സംഖ്യകളിലെ അവസാനത്തെ സംഖ്യ 29 നമ്മൾ കറക്റ്റായിട്ട് എത്തി. കലണ്ടറിന്റെ ആ ഒരു റൂള് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അവിടെ എത്തിയത്. നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ അത് തന്നെ നമുക്ക് നമ്മളുടെ ആൻസർ ആയിട്ട് കിട്ടാൻ വേണം. ലാസ്റ്റ് നമ്പർ 29 എത്തണമെങ്കിൽ 7 വീതം തൊട്ട് മുകളിലുള്ള സംഖ്യകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്നറിയണം. അതുകൂടി മനസ്സിലാക്കിയാണ് നമ്മളിവിടെ ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. കിട്ടിയല്ലോ. അപ്പോൾ 16 സംഖ്യകൾ നമ്മൾ തുക തന്നാൽ അതിനകത്ത് ഫസ്റ്റ് നമ്പർ അതുപോലെ തന്നെ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനും ആ കലണ്ടർ ഫോം ചെയ്യാനും നമുക്ക് സാധിക്കും. കൂടാതെ നമുക്ക് തന്നിരിക്കുന്ന ഒരു പർട്ടിക്കുലർ കലണ്ടറിലെ ഫസ്റ്റ് നമ്പർ അതുപോലെ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനും നമ്മൾ അതിനുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ 16 സംഖ്യ, 9 സംഖ്യ, 4 സംഖ്യ ഉപയോഗിച്ചുള്ള ഏത് രീതിയിൽ വന്നാലും നമ്മൾ അതിനകത്ത് തന്നിരിക്കുന്നതിലെ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ ഇത്രയും ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ തരുന്ന ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റും എന്ന്, അതുപോലെ തന്നെ വേറൊരു സ്ക്വയർ എടുത്ത് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.